ചേട്ടാ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് അതായത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ട് നിന്ന സമയമായിരുന്നു. അതായത് എല്ലാ എനിക്കത് കോൺഗ്രസിനും എൽ ഡി എഫിനും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഏകദേശം ഒരേ പല വിഷയങ്ങളിൽ ക്രൂഷ്യൽ ആയിട്ട് നിന്ന സമയമായിരുന്നു. പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതി വന്ന സമയത്ത് CPI-യുമായിട്ടൊരു ഉടക്കുണ്ടായിരുന്നു അല്ലെ? CPI-യുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ LDF-ന് ഒരു തോൽവി സംഭവിച്ചല്ലോ, നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ, തോൽവിയിലെത്തി. അപ്പം വലിയ തോൽവി അല്ലെങ്കിൽ കൂടെ തോൽവിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു CPI-യുടെ ഉടക്ക് അത് ഏതൊക്കെ രീതിയിൽ ഈ ഒരു LDF-നെ ബാധിച്ചിട്ടുണ്ട്, അല്ലെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ടാവും? ഈ CPI പല ഘട്ടത്തിലും എടുക്കുന്ന നിലപാടുകൾ ഈ നമ്മൾ പണ്ട് കാലത്ത് പറയുന്ന ഒരു തരം നിലപാടുണ്ട്. ഇവർ പ്രത്യയശാസ്ത്രപരമായി നവീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യം. ഇപ്പൊ PM ശ്രീ പദ്ധതി ഇപ്പൊ അവര് ആദ്യം ഒരു ഉടക്ക് വെച്ച് ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതാണ്, കൂടി ആലോചിച്ചില്ല എന്നുള്ളതാണ് അവര് തുടക്കം മുതൽ തന്നെ PM ശ്രീ പദ്ധതി എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ PM ശ്രീ പദ്ധതിയിൽ പ്രതിപക്ഷം അതിനെ എതിർക്കുക നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് അതിൽ എന്ത് വന്നാലും എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു സ്റ്റാൻഡ്. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായി എതിർക്കുകയും ഈ പറയുന്ന BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചരണം അവർക്ക് അഴിച്ചുവിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല, അവർക്ക് കഴിയും. അത് അവരുടെ അവകാശത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും അതിനെ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ടത് അത് ഒപ്പുവെച്ച സർക്കാരിന്റെ ബാധ്യതയാണ്. ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടുകൾ കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യം നമ്മുടെ SSA പോലെയുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കാൻ വേണ്ട ഫണ്ടുകൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഇതിൽ ഒപ്പുവെക്കണം എന്നുള്ളതാണ് നിയമം എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയും ഈ പറയുന്ന പോലെ ദേശീയ പാഠ്യപദ്ധതി ഇവിടെ നടപ്പിലാക്കാനുള്ള പദ്ധതി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കില്ല എന്ന് ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകി കഴിഞ്ഞാൽ ജനങ്ങൾ അതിൽ വിശ്വസിക്കും. അത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അതേസമയം ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങളത് അറിയിച്ചില്ല, ഞങ്ങളത് അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കുക, അതിനെ മറ്റു പാർട്ടിക്കാര് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എന്താ ചിന്തിക്കുന്നത്? ഈ LDF ഭിന്നത രൂക്ഷം മാധ്യമങ്ങൾ അച്ചിരുത്തുന്നത് എങ്ങനെയാ? ഇവിടെ LDF-ൽ ഭിന്നത രൂക്ഷം, CPI-യെ മാനിക്കാതെ CPM. സ്വാഭാവികമായി ഒരു പറ്റം ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ജനങ്ങൾ ചിന്തിക്കും എന്താണ് CPI-ക്ക് പ്രശ്നം. അപ്പൊ CPI പോലെ ഒരു പാർട്ടി CPM-ന്റെ ചില നിലപാടുകളെ എതിർക്കുകയാണെങ്കിൽ അത് ജനദ്രോഹപരമല്ലേ എന്ന് ആളുകൾ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ ജനങ്ങളെ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ശബരിമല വിഷയമാണ് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള തരത്തിലേക്ക് അതിനെ നമ്മളല്ല പറയേണ്ടത്, CPI അല്ല പറയേണ്ടത്. അതിനെക്കുറിച്ച് ജനങ്ങളാണ് ഏതാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു വോട്ട് സിസ്റ്റം ഉണ്ട്. അതായത് പിന്നെ വ്യക്തിഗത വോട്ടുകളും പൊളിറ്റിക്കൽ വോട്ടും, അത് മൂന്നിലും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മൂന്നിലും 3 രീതിയിലാണ് വോട്ടിംഗ് പാറ്റേണുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന വേദികളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഇനി അതല്ല, പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഇങ്ങനെയാണ് ചർച്ചകൾ പലയിടത്തും ഉണ്ടാകുന്നത്. അല്ല, വാർഡ് മെമ്പറുടെ വന്നിട്ട് മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് നമ്മുടെ വീട്ടിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അയാളോട് നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമല്ല. അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വാർഡ് മെമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തവണയും സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അല്ലാതെ അവരോട് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ചോദിച്ചാൽ അവർ അത്രത്തോളം വെൽ നോൺ അല്ല ആ വിഷയത്തെ കുറിച്ച്. അവർക്ക് പേഴ്സണലി ചിലപ്പോൾ പറഞ്ഞേക്കാം രാഹുൽ കാണിച്ച ചെറ്റത്തരമാണ് എന്നുള്ള കാര്യം ചിലപ്പോൾ വ്യക്തിഗതമായി എന്നോട് പറഞ്ഞിരിക്കാം. പക്ഷെ അപ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയാണ്? രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റു മേഖലകളിലാണ്. അതായത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അവിടെ നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരാം. അവിടെ അതിനുവേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ അജണ്ടകൾ നമുക്കവിടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതൊന്നും റിഫ്ലക്ട് ചെയ്യാറേയില്ല. പക്ഷേ പിന്നെ എന്തർത്ഥത്തിലാണ് സ്വർണ്ണക്കൊള്ള അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്? ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള LDF സ്ഥാനാർത്ഥിയെടുക്കെ ആരെങ്കിലും വന്നിട്ട് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പത്മകുമാറിനെ കുറിച്ചും ചോദിച്ചോ?
ഇല്ല, അവർ ചോദിച്ചിട്ടേ ഇല്ല. അങ്ങനെ പോയിട്ടുള്ളവരോട് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ഞങ്ങളുടെ വഴി ശരിയാക്കി തന്നോ, അല്ലെ ഞങ്ങളുടെ പഞ്ചായത്ത് റോഡുകൾ നിങ്ങൾ വൃത്തിയാക്കി തന്നോ, ഓട പിന്നെ മണ്ണ് കയറി കിടക്കുന്ന ഓട നിങ്ങൾ വൃത്തിയാക്കി തന്നോ, ഈ കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങൾ ഈ പറയുന്ന ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനെ ഇങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുക. അത് ശരിക്കും CPI എന്ന് പറയുന്നത്, CPI നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. CPI എന്ന് പറയുന്ന ഈ പറയുന്ന കെ രാജനാണെന്നുണ്ടെങ്കിലും പി പ്രസാദ് ആണെങ്കിലും ചിഞ്ചുറാണി ആണെങ്കിലും എല്ലാവരും ഈ പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ GR അനിലാണെങ്കിലും ഇവരൊക്കെ ആരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്? കേരളത്തിലെ CPI-കാരുടെ വോട്ട് കൊണ്ടാണോ ജയിച്ചത്? ആണോ? അല്ല, CPM പ്രവർത്തകരിറങ്ങി വർക്ക് ചെയ്ത് അതിൽ നിന്നുള്ള CPM-ൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ നേടിയിട്ട് തന്നെയാണ് GR അനിലും ചിഞ്ചുറാണിയും പി പ്രസാദും കെ രാജനും ഒക്കെ മത്സരിച്ച് ജയിച്ചതെന്നേ. അല്ലാതെ CPI-കാർ എത്ര പേരുണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്നത്? ഈ RSP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, കൊല്ലം മാത്രം ബേസ് ചെയ്യാനുള്ള പാർട്ടി. അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ മികച്ച ഒരു സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അംഗീകരിക്കാതിരുന്നിട്ടില്ല CPI എന്ന് പറയുന്ന ഒരു. അതെ, CPM കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നാക്കം നിൽക്കേണ്ട ഒരു ഗതികേട് ഇവിടെ പാർട്ടിക്ക് ഉണ്ടായത്. അല്ലാതെ ഇത് അനുനയ ചർച്ചയാക്കാൻ കഴിയുമോ? ഒട്ടും മാന്യതയില്ലാത്ത പ്രവർത്തന വാക്കുകളല്ലേ അവരുടെ വായിൽ നിന്ന് വീണത്. പിന്നെ വി ശിവൻകുട്ടി അടക്കമുള്ള CPM-ന്റെ മന്ത്രിമാർ കാണാൻ ചെന്ന സമയത്ത് മന്ത്രിമാർ ഇവരെങ്ങനെയാ പ്രതികരിച്ചത്? ഓ, ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് കാണാണ്ടിരിക്കാൻ പറ്റുമോ, മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അത് തെറ്റല്ലേ? ഒരു മുന്നണിയിൽ നിൽക്കുന്ന 2 മന്ത്രിമാരാണ്. ഒരു മുന്നണി LDF എന്ന് പറയുന്ന മുന്നണിക്കകത്തേക്ക് 2 മന്ത്രിമാർ. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. രാഷ്ട്രീയമായ മാന്യത കാണിക്കണം, മുന്നണി മര്യാദ കാണിക്കണം. അവിടെ വ്യക്തിവൈരാഗ്യമോ അല്ല, മറ്റൊന്നും അല്ല. ഈ പറഞ്ഞ ഏറ്റവും മികച്ച പിന്നെ കൗൺസിലറായിരുന്ന ഒരാളാണ് തിരുവനന്തപുരം പിന്നെ നഗരസഭയുടെ ഈ GR അനിൽ. അദ്ദേഹമൊക്കെ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ വന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയല്ലേ? അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിഞ്ചുറാണിക്ക് മന്ത്രിയാകാനുള്ള അവസരം കൊടുത്തില്ലേ? പിന്നെ അതോടൊപ്പം കെ രാജൻ റവന്യൂ മിനിസ്റ്റർ അല്ലേ അദ്ദേഹം? കെ രാജനൊക്കെ എത്ര മാന്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറെയൊക്കെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. പി പ്രസാദ് ആണെങ്കിൽ അധികം കാര്യത്തിൽ ഇടപെട്ട് നിന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പം പ്രത്യയശാസ്ത്രപരമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് പിന്നിൽ ഈ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ടല്ല. ഇത്തരത്തിലുള്ള എതിർപ്പുകൾ വളരെ കൃത്യമായി മുന്നണിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു പരിശ്രമം എന്തുകൊണ്ടാണ് CPI-യുടെ ഭാഗത്ത് ഉണ്ടാകാതിരുന്നത്? ചില കടുംപിടുത്തങ്ങൾ CPI എക്കാലവും പുലർത്തുന്നുണ്ട്. അത് പഴയ കാലത്തിൽ നിന്ന് ഇതുവരെ CPI മോചനം നേടിയിട്ടില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇപ്പോൾ കാലോചിതമായി ഏതൊരു പ്രത്യയശാസ്ത്രവും പരിഷ്കരിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും വേണം. ആ ഒരു ബോധ്യം CPI-ക്ക് ഇല്ല. CPI ഇതിനെ കനത്ത പരാജയം തന്നെയാണ്. കനത്ത പരാജയം ഉണ്ടായി. ആ കനത്ത പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, ജനവിധി മാനിക്കുന്നു. ഇന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കണം. എവിടെയാണ് പാർട്ടിക്ക് അല്ലെങ്കിൽ LDF-ന് പിഴവ് പറ്റിയിട്ടുള്ളത്? നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നാണോ? ഇനി അതല്ല, സർക്കാർ ഇത്രയും നടത്തി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കുന്നതിൽ മുന്നണി പരാജയപ്പെട്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടണം. അതോടൊപ്പം മുന്നണി ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പാർട്ടിയെ പരാജയത്തിലേക്ക് നയിച്ചോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇനി ഏതെങ്കിലും നേതാക്കന്മാർ കാരണമാണോ? പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ കാരണമാണോ പാർട്ടി താഴേക്ക് പോയത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു മുന്നണി LDF എന്ന് പറയുന്ന ഒരു മുന്നണി കൂട്ടായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇനിയിപ്പം വരുന്ന അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഇവരെ അടക്കം, അതായത് പത്മകുമാറിനൊക്കെ ഇത് ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പത്മകുമാറിനെയൊക്കെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ കുറിച്ച് നിർദ്ദേശം വെക്കണമെന്നേ. ഇപ്പൊ കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആ കാര്യത്തിൽ, അവരെ പുറത്താക്കുന്ന നടപടിക്രമങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം TP രാമകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് CPI ഇത്തരത്തിലൊരു പിന്തിരിപ്പൻ നിലപാട് ഈ പിന്തിരിപ്പൻ നിലപാടെന്ന് തന്നെ പറയേണ്ടി വരും സ്വീകരിക്കുന്നത് മാത്രം മനസ്സിലാവുന്നില്ല. അവർക്ക് മന്ത്രിസഭയിലാകട്ടെ സീറ്റ് കാര്യങ്ങളിലാവട്ടെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുണമില്ലാതെ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക പാർട്ടിക്ക് പ്രയോജനമൊന്നും കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന CPI-യെ ഇപ്പോഴും CPM ചുമക്കുകയാണെന്ന് ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുക. CPM-കാരുടെ വോട്ട് കൊണ്ട് ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ആ CPM-നെ ഇത്രയും വട്ടം ചുറ്റിച്ചൊരു വിഷയം തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ പോലും വളരെ മൈൽഡായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ ഈ CPI മാത്രമാണ് അതിനെ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ജനം ഇതിനെ എങ്ങനെ കാണും? എന്തുകൊണ്ടാണ് CPI അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാഞ്ഞത്? നാളെ ഈ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ CPI നേതാക്കന്മാരുണ്ടാവില്ലേ?
നാളെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചോദിക്കുന്ന സീറ്റുകൾ കൊടുത്തുകൊണ്ടല്ലേ ഇവരെ നിർത്തുക, CPI നിർത്തുക. അപ്പോഴും ജനം ഇത് അങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്ന ജനം ഇത് കാണുന്നില്ലേ, ഇവര് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന തല്ല്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെയുള്ള വെറുതെയുള്ള പ്രതികരണമാണ് ശരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് CPIയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ അതൊക്കെ എതിർക്കപ്പെടുകയും അങ്ങനെ ചില മുന്നണി മര്യാദകളിലൂടെ മുന്നോട്ട് പോവുകയും വേണം. ഒരുപക്ഷെ കൂട്ടായെടുക്ക തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് രഹസ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവർ ചെയ്ത് തെറ്റായി രഹസ്യമായിട്ട് വേണ്ട, പരസ്യമായിട്ടായാലും ചോദിക്കാം. പക്ഷെ അതിനൊരു മാന്യത വേണം. അതായത് രണ്ടും ഒരേ മുന്നണിയാണ്. അപ്പൊ അതിൻ്റെതായ മാന്യതയിൽ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ എത്തിച്ച് അവർക്കിടയിൽ ഒരു വലിയ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തു. അതായത് ഇവിടെ ഒരു ഇതിനിടയ്ക്ക് ഒരു വിഭാഗീയത നടക്കുന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ നടന്ന തർക്കങ്ങൾ കാരണമായിട്ടുണ്ട്. ഒരു പരിധി വരെയെങ്കിലും കാരണമായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. 64-ലെ തർക്കം ഇതുവരെ CPIയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതാണ് പ്രശ്നം. 64-ല് അന്ന് തർക്കം ഉണ്ടായിട്ടുകൊണ്ടാണല്ലോ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആ ഒരു തർക്കം ഇതുവരെ അവരുടെ മൈൻഡിൽ കിടക്കുകയാണ്. ഇപ്പോഴും ആ വൈരാഗ്യ ശത്രുതയൊക്കെ CPM-നോട് CPI-ക്കാർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ CPI-കാരൻ ജയിക്കണമെങ്കിൽ CPM-കാരൻ പണിയെടുക്കണം. CPM-കാർ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലേ CPM-ന്റെ വോട്ട് കൊണ്ട് മാത്രമേ CPI-ക്ക്, CPI-യുടെ P പ്രസാദ് ആണെങ്കിലും ഏതൊരാൾക്കും ഇന്നിരിക്കുന്ന മന്ത്രിസ്ഥാനത്തിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം CPI ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം.